താമർ ജിഫ്രി കസ്റ്റഡി മരണക്കേസിൽ CBI കുറ്റപത്രം മടക്കി കോടതി. എറണാകുളം CJM കോടതിയാണ് കുറ്റപത്രം മടക്കിയത്. സാങ്കേതിക പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാണ് മടക്കിയത്. വീണ്ടും കുറ്റപത്രം സമർപ്പിക്കാനൊരുങ്ങി CBI. 2023 ഓഗസ്റ്റ് 1 പുലർച്ചെയാണ് പോലീസ് കസ്റ്റഡിയിൽ താമർ ജിഫ്രി മരിച്ചത്. ലഹരി ഇടപാടുകൾ ആരോപിച്ചായിരുന്നു കസ്റ്റഡിയിലെടുത്തത്. 4 സിവിൽ പോലീസ് ഓഫീസർമാരാണ് പ്രതികൾ. താമർ ജിഫ്രിയെ മർദ്ദിക്കുന്നത് കണ്ടതായി ഒപ്പം കസ്റ്റഡിയിലെടുത്തവരും മൊഴി നൽകിയിരുന്നു. പിന്നീട് കേസ് ഏറ്റെടുത്ത CBI അന്വേഷണം പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ചില സാങ്കേതിക പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാണ് എറണാകുളം CJM കോടതി കുറ്റപത്രം മടക്കിയത്. പിഴവുകൾ പരിഹരിച്ച് വൈകാതെ പുതിയ കുറ്റപത്രം സമർപ്പിക്കും. സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജിനേഷ്, CPOമാരായ ആൽബിൻ അഗസ്റ്റിൻ, അഭിമന്യു, വിപിൻ എന്നിവരാണ് പ്രതികൾ. 2024 മെയ് 4 പുലർച്ചെയാണ് വീടുകളിലെത്തി CBI സംഘം പ്രതികളെ അറസ്റ്റ് ചെയ്തത്. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാത്തത് ചൂണ്ടിക്കാട്ടി പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. കൊലപാതകം, അന്യായമായി തടങ്കലിൽ വയ്ക്കൽ, രഹസ്യമായി തടങ്കലിൽ വയ്ക്കൽ, ഭയപ്പെടുത്തി മർദ്ദിച്ച് കുറ്റം സമ്മതിപ്പിക്കൽ, ആയുധം ഉപയോഗിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളായിരുന്നു ചുമത്തിയിരുന്നത്. ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിലെ പ്രതികളായ SP-യുടെ ഡാൻസ് ഓഫ് ടീമിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെയായിരുന്നു CBI പ്രതിപ്പട്ടികയിലും ഉണ്ടായിരുന്നത്. താമർ ജിഫ്രിയെ ലാത്തിയും ഇരുമ്പുദണ്ഡും ഉപയോഗിച്ച് മർദ്ദിച്ചതായും സാക്ഷിമൊഴികളുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മൃതദേഹത്തിൽ 21 മുറിപ്പാടുകളാണ് കണ്ടെത്തിയത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി താമറിന്റെ ബന്ധുക്കൾ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് കോടതി CBI അന്വേഷണത്തിന് നിർദ്ദേശിച്ചത്. ജനം, കൊച്ചി.